ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും MrandMrsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് നട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സൂചി ഗോതമ്പ് ഉപ്മാവാണ്. അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അതിന് മുമ്പായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ സൂചി ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൂചി ഗോതമ്പെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് സവോള, 2-3 ബീൻസ്, പിന്നെ കുറച്ച് ഇഞ്ചി, 1 സ്പൂണേ ഉള്ളൂ ഇഞ്ചി, പിന്നെ ഗ്രീൻ ബീൻസ് തലേദിവസം കുതിർത്തിട്ട് വെച്ചതാണ്. ഈ കുതിർത്തി വെച്ച ഈ റവ ഉണ്ടല്ലോ, നമുക്കിനി ഇതൊന്ന് വറുക്കണം. വറുത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം. നമ്മളിനി ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മളിനി ചൂടായതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഈ സൂചി റവ ഇട്ടു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഒട്ടും വെള്ളത്തിൽ ചേർക്കരുത്. എന്ന് വെച്ചിട്ടും ഇത് ഒരു സൗണ്ട് കേൾക്കും, ഒരു പൊട്ടുന്ന മാതിരി. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് വറുത്തു എന്നുള്ളത് മനസ്സിലാവും. ഇതിപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഒരു പൊട്ടുന്ന ഒരു രീതിയിലൊരു സൗണ്ടൊക്കെ കേൾക്കാം. ഇത്രയും മതി. ഇനി ഇത് കുക്കറിലിട്ടിട്ട് നമ്മൾ വേവിക്കുക ചെയ്യുന്നത്. ഇനി ഇത് കുക്കറിലിട്ട് നമ്മൾ വേവിക്കണം. അപ്പോൾ കൂടി നമ്മൾ ഗ്രീൻ പീസും കൂടി വേവിക്കും, ഒന്നിച്ചൊന്ന് വേവിക്കും. ഗ്രീൻ പീസും ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പം മൊത്തം എടുത്ത് സൂചി റവ ഒരു വലിയൊരു ഗ്ലാസ്സാണ് എടുത്തത്. ഈ ഒരു ഗ്ലാസ് അളവിലുള്ള സൂചി റവയാണ്. ഇത്രയത്തിൻ്റെ 2.25 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒരു 2.25 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് റവ വേവാനായിട്ടുള്ള വെള്ളം, ഇത് മതിയാവും. അപ്പോൾ ഗ്രീൻ പീസും കിടപ്പുണ്ട്, അത് കുതിർത്ത് വെച്ചുകൊണ്ട് അധികം വേവില്ല ഗ്രീൻ പീസ്. ഇനി ഇതിൽ ശകലം ഉപ്പിട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് ഗ്യാസ് കത്തിച്ച് നമുക്ക് വെക്കാം. ഇനി സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല രീതിയിൽ 2 വിസിൽ കേൾക്കുന്നിടം വരെ ഇതിരിക്കണം. ഇനി നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് പാൻ ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം വേണ്ടുന്നത് 1 സ്പൂൺ ഇഞ്ചി, ഇതിപ്പം കുറച്ച് എടുക്കണം. സവാള, സവാള ഒന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ടിരിക്കണം. ഇനി സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയ ശേഷം ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നു. ക്യാരറ്റും ബീൻസും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുക, ഒരു പിഞ്ച് മതി. ഈ വെജിറ്റബിൾ നന്നായിട്ട് വഴണ്ടു. ഇനി നമുക്ക് ഈ വെജിറ്റബിളിൻ്റെ ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് കപ്പലണ്ടിയും കടലപ്പരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കേണ്ട തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കിനും വിസിലെല്ലാം പോയിട്ട് ഉപ്മാവിൻ്റെ ഇത് റെഡി ആയിട്ട്.
ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ കുറച്ച് നെയ്യ് ഉപയോഗിക്കുന്നത്, എണ്ണ ആയാലും സാരമില്ല. ഇച്ചിരി നെയ്യ് ഉപയോഗിച്ചിട്ട് ഇത്രയും കപ്പലണ്ടി, ഇത്രയും കടലപ്പരിപ്പ്, ഇത്രയും മുന്തിരിങ്ങ, കുറച്ച് കാഷ്യൂ പൊടിച്ചിട്ട് ഇച്ചിരി കരിയല്ല ചെറുതായിട്ടൊന്ന് ഇത് മതിയാവും. നമുക്കിനി ഇത് മാറ്റാം. ഇതെല്ലാം വറുത്ത്, ഇത് നിർബന്ധമില്ല, ഇത് പിന്നെ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടും, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് കുക്കർ തുറന്നു നമ്മളുടെ ആ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് വെജിറ്റബിളിൽ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കും. റവ എടുക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ വിസിൽ മൊത്തം പോയതിനു ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കട്ടോ വെജിറ്റബിളായിട്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ, നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ തേങ്ങ വേണം. നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ വറുത്ത് വെച്ച ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് നട്ട്സെല്ലാം ഇട്ട് കൊടുത്ത്. നല്ല വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ല, നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഉപ്മാവാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, നല്ല പെർഫെക്റ്റ് കിട്ടും. 2 ഗ്ലാസ് വെള്ളത്തിനുള്ളത് ഗ്രീൻ പീസ് ഇല്ലല്ലോ, നിങ്ങളല്ലാതെ ഗ്രീൻ പീസ് സെപ്പറേറ്റ് ചേർക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എടുക്കുന്ന ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. പിന്നെ ഇത് ചൂടോടുകൂടി, ചെറിയ ചൂടോടുകൂടി ബ്രേക്ക്ഫാസ്റ്റോ 4 മണിക്കൊക്കെ കഴിക്കാവുന്നതാണ്. നല്ലൊരു ഹെൽത്തി വീറ്റ് റവയാണ്. അപ്പം നല്ലൊരു ഉപ്മാവാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വലിയ വാട്ടർ കണ്ടന്റ് ഒന്നും ഇല്ലാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നത് നല്ല ടേസ്റ്റ്, ഒരുപാട് വെജിറ്റബിളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോസ് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ്സ് അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അതും അറിയിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇനി അടുത്തൊരു പുതിയൊരു ഡിഷായിട്ട് നമുക്ക് കാണാം.